ഇത്തവണ നല്ലൊരു അടിപൊളി മാമ്പഴ സീസൺ ആയിരുന്നില്ലേ? എപ്പോൾ പുറത്തിറങ്ങിയാലും വഴിയിലൊരു മാങ്ങ കച്ചവടക്കാരനെങ്കിലും നല്ല വില കുറവിൽ നല്ല മധുരമുള്ള മാങ്ങയായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ മാങ്ങ ഇങ്ങനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് മുറിച്ചിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ളൊരു പണിയാണ് കേട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത മഞ്ഞ നിറത്തിലൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നല്ല നീളത്തിൽ മുറിച്ച് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ പെപ്പർ, പിന്നെ ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് വെള്ളമാണ്. ഇതൊന്ന് മിക്സായി വരാനുള്ള ഇത്രയും വെള്ളം മാത്രം മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതിയേ. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എരിവോ ഉപ്പോ എന്തെങ്കിലും കൂടുതലാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു സിറപ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ പണി. ഇനി ഈ സിറപ്പ് എടുത്ത് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്, കണ്ടോ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? എന്നിട്ട് അതൊന്നൊരു കഷ്ണം എടുത്തൊന്ന് വായിൽ വെച്ച് നോക്കി. എരിവും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് സൂപ്പർ ടേസ്റ്റ് ആട്ടോ.